ഒക്ടോബർ 23 വിശുദ്ധ ജോൺ കപ്പിസ്താനോയുടെ തിരുനാളിൽ ആഗോളസഭ. ജോൺ മധ്യ ഇറ്റലിയിൽ കപ്പിസ്താനോ എന്ന പ്രദേശത്താണ് ജനിച്ചത്. നല്ല കഴിവും ഉത്തമ വിദ്യാഭ്യാസമുണ്ടായിരുന്ന ജോൺ 26-ാമത്തെ വയസ്സിൽ പെരുജിയ ഗവർണറായി നിയമിതനായി. പിന്നീട് മലാത്തസ്റ്റർക്കായി നടത്തിയ യുദ്ധത്തിൽ അദ്ദേഹം തടവുകാരനായി പിടിക്കപ്പെട്ടു. 3 വർഷത്തോളം ജയിലിൽ കിടന്നു. അവസാനം ഒരു വലിയ സംഖ്യ കൊടുത്ത് സ്വതന്ത്രനായി. ജയിൽ ജീവിതം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഒരു സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടു. ജയിലിൽ പോകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചിരുന്നെങ്കിലും ഭാര്യയും ഒരുമിച്ച് ജീവിക്കാനിടയായില്ല. അതിനാൽ ജയിൽവാസം കഴിഞ്ഞപ്പോൾ വിവാഹബന്ധം വേർപെടുത്തി 30-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. അവിടെ അനുഗ്രഹീത വാഗ്മിയായ സിയനായിലെ വിശുദ്ധ ബെർണാഡിനായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു. 4-ാം വർഷം അദ്ദേഹം വൈദികനായി. മതപരമായി ഭയങ്കര അനാസ്ഥ കളിയാടിയിരുന്ന അക്കാലത്ത് ഫാദർ ജോണിന്റെ പ്രസംഗം 20,000 മുതൽ 30,000 വരെ ആളുകളെ ആകർഷിച്ചിരുന്നു. ബ്രേഷ്യയിൽ ഒരിക്കൽ 1,26,000 ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് വന്നു ചേരുകയുണ്ടായി. ലത്തീനിലായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. പ്രസംഗത്തോടൊപ്പം അത്ഭുതകരമായ രോഗശാന്തികളും നടന്നിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ആശീർവാദം സ്വീകരിക്കാനായി 2,000 ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്തെത്തിയതായാണ് ചരിത്രം പറയുന്നത്. ഈശോയുടെ തിരുനാമത്തോടുള്ള ഭക്തി പ്രസംഗിക്കാൻ ഫാദർ ജോൺ നിയോഗിക്കപ്പെട്ടു. അദ്ദേഹം തന്നെ ഒരു സൈന്യ വിഭാഗത്തെ നയിച്ചു വിജയം വരിച്ചു. കീഴടങ്ങാൻ തുടങ്ങിയ യോദ്ധാക്കളുടെ ഇടയിൽ കൂടി കുരിശുമെടുത്താണ് അദ്ദേഹം അവരെ നയിച്ചിരുന്നത്. ക്ഷീണിതനായ ഫാദർ ജോൺ യുദ്ധം കഴിഞ്ഞ് 3-ാം മാസം 1451 ഒക്ടോബർ 21-ാം തീയതി ഇഹലോകവാസം വെടിഞ്ഞു. വിശുദ്ധ ജോൺ കപ്പിസ്താനോ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.